സത്യം പറയുന്നവനെ ജയിലിലിടും. ഇത് ഏതെങ്കിലും സ്വച്ഛാധിപത്യ രാജ്യത്തു നിന്നുള്ള വാർത്തയല്ല. ലോകത്തെ ഒരു വലിയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വിദേശ മാധ്യമ പ്രവർത്തകന് നേരെ ഉയർത്തിയ പരസ്യമായിട്ടുള്ള ഭീഷണിയാണ്. അമേരിക്കയുടെ പക്കൽ നിന്ന് ഒരു പൈലറ്റ് കാണാതായി എന്ന അതീവ രഹസ്യം ലോകത്തെ അറിയിച്ച ഇസ്രായേലിലെ പ്രമുഖ റിപ്പോർട്ടർ അമിത് സെഗലിനെയാണ് ട്രംപ് ഇപ്പോൾ ഉന്നം വച്ചിരിക്കുന്നത്. നാഷണൽ സെക്യൂരിറ്റി, ഒന്നെങ്കിൽ സ്രോതസ്സിനെ പറഞ്ഞു തരിക, അല്ല എങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറെടുക്കുക എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. 2026 ഏപ്രിലിൽ പശ്ചിമേഷ്യ യുദ്ധക്കളമായി മാറുമ്പോൾ അമിത് സെഗൽ എന്ന ഒറ്റയാൾ ട്രംപിന്റെയും പെന്റഗണിന്റെയും പദ്ധതികളെ അട്ടിമറിച്ചു. എന്താണ് ആ കാണാതായ പൈലറ്റിന്റെ കഥ? നോക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു തലത്തിലേക്ക് വഴിമാറുന്നതിനിടെ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവാദം കൂടി പുകയുകയാണ്. ഒരു അമേരിക്കൻ F-15 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ. ഇത് പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകനെ ജയിലിൽ അടയ്ക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ ഒരു വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് ഇസ്രായേലിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അമിത് സെഗലാണ്. ദേശീയ സുരക്ഷയും മാധ്യമ സ്വാതന്ത്ര്യവും തമ്മിലുള്ള തർക്കം ഒരു വശത്ത് നടക്കുമ്പോൾ വിദേശ രാജ്യത്തെ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ നടപടിയെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 2026 ഏപ്രിൽ നടന്ന ഈ സംഭവ വികാസങ്ങൾ കേവലം ഒരു വാർത്താ ചോർച്ച എന്നതിലുപരി അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ പോലും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഏപ്രിൽ 3-നാണ് ഇറാന് മുകളിൽ വെച്ച് അമേരിക്കയുടെ F-15 ഈഗിൾ സ്ട്രൈക്ക് യുദ്ധവിമാനം വെടിവെച്ചിടപ്പെടുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന ഒരു പൈലറ്റിനെ അമേരിക്കൻ സൈന്യം സാഹസികമായി രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന രണ്ടാമത്തെ ജീവനക്കാരനെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ അധികൃതർ അതീവ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. ആയുധ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ ഓഫീസർ കാണാതായ വിവരം ഇറാൻ സൈന്യത്തിന് അറിയില്ലായിരുന്നു എന്നാണ് പെന്റഗൺ അവകാശപ്പെടുന്നത്. എന്നാൽ വിമാനം തകർന്നതിന് തൊട്ടു പിന്നാലെ രണ്ടാമതൊരാൾ കൂടി വിമാനത്തിലുണ്ടായിരുന്നുവെന്നും അയാൾക്കായി തിരച്ചിൽ തുടരുകയാണ് എന്നും ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഈ വിവരമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. കാണാതായ പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഈ വാർത്ത ആദ്യമായി ലോകത്തിന് മുന്നിലെത്തിച്ചത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അമിത് സെഗൽ രംഗത്തെത്തിയതോടെയാണ് നാടകീയമായ നീക്കങ്ങൾ ആരംഭിച്ചത്. ഇസ്രായേലിലെ ചാനൽ 12ന്റെ രാഷ്ട്രീയ നിരീക്ഷകനും പ്രമുഖ പത്രമായ യെദിയോത് എഹറനോത്തിന്റെ കോളമിസ്റ്റുമാണ് അമിത് സെഗൽ എന്ന് പറയുന്ന വ്യക്തി. തന്റെ ടെലഗ്രാം ചാനലിലൂടെയാണ് അദ്ദേഹം ഈ വിവരം ആദ്യം പങ്കുവച്ചത്. ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ വിവരങ്ങൾ നൽകിയ സ്രോതസ്സിനെ വെളിപ്പെടുത്താൻ താൻ തയ്യാറല്ല എന്ന് സെഗൽ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുമെന്നും ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സെഗലിനെ തൊടാൻ ട്രംപിന് സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം, രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനം വളരെ കർക്കശമായിരുന്നു. വിവരങ്ങൾ ചോർത്തി നൽകിയ ആളെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും ആ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്രോതസ്സിനെ വെളിപ്പെടുത്തിയില്ല എങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന ഭീഷണി അമേരിക്കൻ ഭരണഘടനയുടെ 1-ാം ഭേദഗതി ഉറപ്പു നൽകുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. ഇറാന്റെ പക്കൽ പൈലറ്റ് അകപ്പെടാതിരിക്കാൻ CIA വലിയ തോതിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത പുറത്തു വന്നത് എന്നത് സംഭവത്തിന്റെ ആ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അമിത് സെഗലിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദവും അതുപോലെ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പബ്ലിക് പോളിസിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയ സെഗൽ ഇസ്രായേലിലെ ഏറ്റവും ജനപ്രിയനായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. നെതന്യാഹു സർക്കാർ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വരെ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. ഇത്തരമൊരു വ്യക്തിയെ അമേരിക്കൻ ഏജൻസികൾ ചോദ്യം ചെയ്യുകയോ നടപടിയെടുക്കുകയോ ചെയ്താൽ അത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ എപ്രകാരം ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ മറ്റൊരു മാധ്യമ പ്രവർത്തകനായ ബാരക് റാവേദും സമാനമായ വാർത്ത പുറത്തുവിട്ടിരുന്നുവെങ്കിലും സെഗലിന് നേരെയാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന നടപടികൾ ഇതാദ്യമായിട്ടല്ല. അടുത്തിടെ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടർ ഹന്ന നെറ്റൻസന്റെ വസതിയിൽ FBI റെയ്ഡ് നടത്തിയതും ഡോൺ ലെമൺ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. വിവരങ്ങൾ ചോർത്തുന്നവരെ കണ്ടെത്താൻ മാധ്യമ പ്രവർത്തകരുടെ ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുന്ന രീതി ട്രംപ് ഭരണകൂടം ശക്തമാക്കിയിട്ടുണ്ട്. ദേശീയ സുരക്ഷയും രാജ്യ താൽപര്യവും സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്ന് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യം അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും സെഗലിന്റെ വെളിപ്പെടുത്തലുകൾ ഇറാൻ സൈന്യത്തിന് ഒരു സൂചന നൽകിയോ എന്നതാണ് പ്രധാന തർക്ക വിഷയം.
ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റൊരാൾ കൂടി അവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ ഇറാൻ സൈന്യം തങ്ങളുടെ തിരച്ചിൽ ശക്തമാക്കാൻ ഈ വാർത്ത കാരണമായെന്ന് ട്രംപ് വാദിക്കുന്നു. എന്നാൽ ഒരു യുദ്ധവിമാനം തകരുമ്പോൾ അതിൽ എത്ര പേരുണ്ടാകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണെന്നും മാധ്യമങ്ങളെ ബലിയാടാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും മാധ്യമ സംഘടനകൾ തിരിച്ചടിക്കുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക പരാജയങ്ങളെ മറച്ചുവെക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നും അവർ ആരോപിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ ഈ സാഹചര്യത്തിൽ ഇസ്രായേലി മാധ്യമ പ്രവർത്തകനും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ഈ പോരാട്ടം പലവിധ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകനെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുമോ, അതോ നെതന്യാഹു ഈ വിഷയത്തിൽ ഇടപെട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കുമോ? അമിത് സെഗൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ വരും ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചേക്കാം. ആഗോള മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒന്നായി ഈ കേസ് മാറിയിരിക്കുകയാണ്. ഈ സംഭവം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. വിവരസാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്ന കാലത്ത് യുദ്ധഭൂമിയിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ്. അമേരിക്ക പോലൊരു രാജ്യം മാധ്യമ പ്രവർത്തകരെ ജയിലിലടയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് മറ്റ് സ്വച്ഛാധിപത്യ രാജ്യങ്ങൾക്ക് തെറ്റായ മാതൃകയാകും. ലോകം മുഴുവൻ ഈ കേസിലെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പുറത്തു കൊണ്ടുവരിക എന്ന മാധ്യമധർമ്മവും രാജ്യസുരക്ഷയും തമ്മിലുള്ള ഈ വടംവലിയിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അമിത് സെഗൽ ഒരു ഇരയാണോ അതോ നിയമലംഘകനാണോ എന്ന കാര്യത്തിൽ ലോകം ഇപ്പോഴും രണ്ടഭിപ്രായത്തിലാണ്. എന്തായാലും ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.